മിനിസ്റ്റർ കേൾക്കാമോ? അടുത്ത 48 മണിക്കൂർ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥ പ്രവചനം. അങ്ങനെയാണെങ്കിൽ ഹൈറേഞ്ചിൽ താമസിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാവരെയും അവിടെ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ അവർക്ക് സുരക്ഷ ഉറപ്പുവരുത്തുകയോ ചെയ്യേണ്ടത്, അതിന് സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത്? അതിന് അത് മാറ്റേണ്ട സാഹചര്യം മാറ്റാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, പട്ടാളം വരാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. പിന്നെ അവിടെ മൂവ്മെന്റ് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇനി ആളുകളെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ ദൂരെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടി ഒരു ഹെലികോപ്റ്റർ ഏർപ്പാട് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഏതായാലും മനുഷ്യസാധ്യമായ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ജനങ്ങൾ പരിഭ്രാന്തരാണ് എന്ന് താങ്കൾ പറയുന്നു. ആ പരിഭ്രാന്തി അകറ്റുന്നതിന്, അവരെ ബോധ്യപ്പെടുത്തുന്നതിന് സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നുണ്ടോ ആ ആശങ്ക അകറ്റാൻ? ഇടുക്കി മുഴുവനല്ല ഞാൻ പറയുന്നത്, ഇതുപോലെ സംഭവിച്ച സ്ഥലങ്ങളിലെ ആളുകൾ വളരെ പരിഭ്രാന്തരാണ്. ശരി മിനിസ്റ്റർ, രക്ഷാപ്രവർത്തനത്തിന് സൈന്യം എപ്പോഴെത്തും? അത് എത്തുകയെന്ന് വെച്ചാൽ അവിടുന്ന് അവർ കൊച്ചിയിൽ വരാനുള്ള ഒരു ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കൊച്ചിയിൽ പ്ലെയിൻ ഇറങ്ങാൻ സാധിക്കാത്തൊരു സ്ഥിതിയാണ്. അപ്പൊ ഏതായാലും അവരെങ്ങനെങ്കിലും എത്താനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ഡൽഹിയിൽ നിന്ന് അതിനുള്ള 2 വിമാനങ്ങൾ സൗകര്യപ്പെടുത്തി നമ്മുടെ ഡിഫൻസ് മന്ത്രി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ എറണാകുളത്തും ഇപ്പോ ആ പ്ലെയിൻ ഇറങ്ങാനുള്ള ഒരു തടസ്സം കാണുന്നുണ്ട്. ഇനി എന്തോളത്തോളം ആയി എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ ഇടുക്കിന്ന് പോന്നു. ശരി മിനിസ്റ്റർ, വളരെ തിരക്കിലായിരിക്കും ഞങ്ങൾക്കറിയാം. പക്ഷെ പ്രേക്ഷകർ സ്വാഭാവികമായി വളരെ ആശങ്കയോടുകൂടിയാണ് ഈ കാര്യങ്ങളെല്ലാം കാണുന്നത്. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ കൂടി ചോദിച്ച് മനസ്സിലാക്കട്ടെ. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഏത് തരത്തിലുള്ള പ്രവർത്തനം അവിടെ കാഴ്ചവെക്കുന്നു? എന്തൊക്കെയാണ് ഇനി അവർക്ക് ചെയ്യാനുള്ളത്? പിന്നെ ഇത് അപ്രതീക്ഷിതമാണ്, ഇത്ര ശക്തമായ ഒരു കാലവർഷം. ശരിയാണ്, നമ്മുടെ ആസൂത്രണം ഇനി അങ്ങോട്ടുള്ള കാലത്ത് മികച്ചൊരു ആസൂത്രണം ആവശ്യമല്ലേ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്? തീർച്ചയായിട്ടും ഒരു ആസൂത്രണം ആവശ്യമുണ്ട്. ഇപ്പൊ തന്നെ താൽക്കാലികമായി വരാണെങ്കിൽ അതിനുള്ള ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, പൂർണ്ണമായിട്ടുള്ള ഒരാസൂത്രണം ഈ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. റൈറ്റ്. മന്ത്രി ആര്യാടൻ മുഹമ്മദ്, വളരെയധികം നന്ദി. താങ്കൾ ഇടുക്കിയിൽ നിന്നുള്ള മടക്കയാത്രയിലാണ്, മനസ്സിലാക്കാം താങ്കളുടെ തിരക്ക്. വളരെയധികം നന്ദി. ഏതായാലും സ്പെഷ്യൽ എഡിഷനിൽ താങ്കൾ ടെലിഫോണിലൂടെ പ്രതികരിക്കാൻ എത്തിയതിന്. ഇടുക്കിയിലെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്, അത് അകറ്റാൻ വേണ്ടിയുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് ആര്യാടൻ മുഹമ്മദിന്റെ ഉറപ്പ്. വേണ്ടി വന്നാൽ ഹൈറേഞ്ചിലുള്ള ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും. സൈന്യത്തിന്റെ സഹായം തേടിയിട്ടുണ്ട്. ഹെലികോപ്റ്റർ എത്തി വേണ്ട രീതിയിലുള്ള പ്രവർത്തനം നടത്തും എന്നാണ് ശ്രീ ആര്യാടൻ മുഹമ്മദ് പറയുന്നത്. ഡോക്ടർ എ വി ജോർജ്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് ആസൂത്രണത്തിൽ വരുത്തുന്ന പിഴവുകളെ സംബന്ധിച്ചാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പ്രവർത്തനം താങ്കളിൽ നിന്ന് അറിയാൻ, ഒരു വിദഗ്ധൻ എന്ന നിലയിൽ അറിയാൻ ആഗ്രഹിക്കുന്നത്, ഒരു ദുരന്തം നടന്ന ശേഷം പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ ശരിയാവണ്ണം കൈകാര്യം ചെയ്യുക എന്നുള്ളതാണോ, അതോ ഒരു ദുരന്ത സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് വേണ്ട ഒരു പ്ലാനിംഗ് നടത്തി ഒരു മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണോ? രണ്ടാമത് പറഞ്ഞതാണെങ്കിൽ അതിന് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ നിരന്തരം പരാജയപ്പെടുന്നു എന്നതല്ലേ വസ്തുത? കേരളത്തിലെ ഓരോ പ്രദേശത്തും ഓരോ വിധത്തിലുള്ള ദുരന്ത സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആ ദുരന്ത സാധ്യതകളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തി വേണ്ട മുന്നൊരുക്കങ്ങളും അതുപോലെ സമഗ്രമായൊരു ദുരന്ത നിവാരണ പദ്ധതിക്കുമാണ് രൂപം നൽകേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ കേരളത്തിലെ നമ്മുടെ അണക്കെട്ടുകളൊക്കെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുകയാണ്. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ആശങ്ക ഉളവാക്കും വിധം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരമൊരു അവസരത്തിൽ ചെറിയൊരു ഭൂചലനമോ ഒക്കെ സൃഷ്ടിച്ചേക്കാവുന്ന വ്യാപകമായ വിപത്തിനെ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ന് ആലുവായിലെ ഡാം തുറന്നു വിട്ടപ്പോൾ പെട്ടെന്ന് ജലനിരപ്പ് ഉയരുകയുണ്ടായി. ഇപ്പോൾ ഡാമിലെ ജലനിരപ്പ് കുറയ്ക്കുവാൻ പോലും സാധ്യമല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അടുത്ത 2 ദിവസം കൂടി വ്യാപകമായ മഴയുണ്ടാവുമെന്ന് പറയുന്നു. അപ്പോൾ വളരെ ഗൗരവമായി കാണേണ്ട ഒരു സാഹചര്യം ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട്. മുല്ലപ്പെരിയാറിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ധാരാളം ജലം കൊണ്ടുപോകുന്നു എങ്കിൽ പോലും മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് കാര്യമായി താഴുന്നില്ല. അവിടെ നിന്നും ഇടുക്കിയിലേക്ക് ജലം പ്രവഹിക്കുന്ന ഒരു സാഹചര്യം 136 അടി കഴിഞ്ഞ് വന്നാൽ അത് ഇടുക്കി ഡാമിനെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയിലെ ജലനിരപ്പ് ഉയരുന്നത് അതും ആശങ്ക ഉളവാക്കുന്നു. ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നു. അതോടൊപ്പം ഹൈറേഞ്ച് മേഖലയുടെ താഴ്വാര പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണി, ഗൗരവമായ രീതിയിലുള്ള വെള്ളപ്പൊക്ക ഭീഷണി. ഇന്ന് പാലാ
പട്ടണവും ഒക്കെ ഇന്ന് വെള്ളത്തിനടിയിലാണ് ഡോക്ടർ ജോർജ് അങ്ങനെ പല പ്രദേശങ്ങളും. ഇടുക്കിയിലെ പ്രശ്നങ്ങൾ പലപ്പോഴും നമ്മൾ ഒരു മുല്ലപ്പെരിയാറിൽ ഒതുക്കുന്നു. അത് കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ട് അയച്ചിരിക്കുന്നു. അതിലപ്പുറം ഇടുക്കിയിൽ ഒട്ടേറെ പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഇവിടെ കേരളത്തിന് സംഭവിക്കുന്ന ചില അശ്രദ്ധകൾ, ഒപ്പം തന്നെ നമ്മുടെ പാർലമെന്റ്, നമ്മുടെ ഭരണകൂടങ്ങൾ ഒക്കെ എത്രമാത്രം ഇത്തരം കാര്യങ്ങളിൽ മുൻകരുതലുകളെ കുറിച്ച് ചർച്ച നടത്തുന്നു. ഇപ്പോൾ തന്നെ ഉത്തരാഖണ്ഡ് ദുരന്തത്തിന് ശേഷമാണ് പാർലമെന്റ് മൺസൂൺ സമ്മേളനം നടക്കുന്നത്. എത്രമാത്രം നമ്മൾ ഇതിനൊക്കെ സമയം ചെലവഴിക്കുന്നു എന്ന് സ്വയം പരിശോധിക്കേണ്ടതല്ലേ? നമ്മൾ പല കാര്യങ്ങളിലും മുൻകരുതലോടുകൂടി തന്നെ ചർച്ചകൾ ചെയ്യാറുണ്ട്. ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂ തന്നെ നമ്മൾ എവിടെയെല്ലാം ചർച്ച ചെയ്തു. ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ചർച്ച ചെയ്തു, സംസ്ഥാന നിയമസഭയിൽ ചർച്ച ചെയ്തു, എല്ലാ കക്ഷികളും അതിനുള്ള പ്രതിഷേധമുണ്ടായി, രണ്ട് ഗവൺമെൻറ്റുകൾ തമ്മിൽ ഏറ്റുമുട്ടി, രണ്ട് ജനവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. എന്നിട്ടും നമുക്കതിനൊരു ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ കഴിയും. അതെ, മുല്ലപ്പെരിയാറിൽ ഏറ്റുമുട്ടലുണ്ടായി. ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നില്ല എന്നതാണ്. സ്വാഭാവികമായും നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? നമുക്ക് തമിഴ്നാടുമായി ഏറ്റുമുട്ടിപ്പോകാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റായി ഒരു അണക്കെട്ടുണ്ടാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ തീരുമാനിച്ചത്. അണക്കെട്ടുണ്ടാക്കാൻ ഒരു കാരണവശാലും അവർ അനുവദിക്കില്ല എന്ന് കോടതിയിൽ പോയിരിക്കുകയാണ്. അങ്ങനെ കോടതി കേസും ഒക്കെയായി നിൽക്കുകയാണ്. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇച്ഛാശക്തി കാണിക്കാൻ മുല്ലപ്പെരിയാറല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പൊതുവെ നമ്മുടെ മലയോര മേഖലകൾ, കടലോരങ്ങൾ, ഇതൊക്കെ എത്രമാത്രം സുരക്ഷിതമാണ്? ആ സുരക്ഷ ഉറപ്പുവരുത്താൻ നമ്മൾ രാഷ്ട്രീയമായി എത്രമാത്രം അതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നു? നമ്മൾ ചെയ്യേണ്ട ഇപ്പോൾ തന്നെ ഈ കാര്യത്തിൽ നമ്മുടെ ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെൻറ്റ് മന്ത്രിമാർ വരെ എല്ലാവരും ഈ രംഗത്താണ്. ആരും തന്നെ വീട്ടിൽ കയറി ഇരിക്കുന്നില്ല. എല്ലാവരും ജനങ്ങളെ സഹായിക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് അവരെ സഹായിക്കാനുള്ള അവരോടൊപ്പം നീങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിൽ ഈ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാമോ അത് മുഴുവൻ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ചെയ്യേണ്ടതാണ്. അത് മാത്രമല്ല, ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് ദുരിതം കുറച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള, അവരുടെ ദുരിതം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ആസൂത്രണം മുൻകൂട്ടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, ഏത് സർക്കാരായാലും അത്തരം വീഴ്ചകൾ ഉണ്ടാകാതിരിക്കണം. ഡോക്ടർ ശ്രീ കെ പി ധനപാലൻ, വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിനും. ES ബിജിമോൾ, ഡോക്ടർ AV ജോർജ്, ഡോക്ടർ CK രാജൻ, ഒപ്പം തന്നെ മന്ത്രി ആര്യാടൻ മുഹമ്മദിന് പ്രത്യേകം നന്ദി. സംസ്ഥാനത്തെ കാലവർഷക്കെടുതി വിലയിരുത്തുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനുമായി തലസ്ഥാനത്ത് നാളെ സർവകക്ഷി യോഗം ചേരും. ഒപ്പം തന്നെ പ്രത്യേക മന്ത്രിസഭാ യോഗവും ഉണ്ടാകും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നാളെ വിമാനമാർഗം നെടുമ്പാശ്ശേരിയിൽ എത്തിയ ശേഷം ഇടുക്കിയിൽ സ്ഥിതിഗതികൾ വിലയിരുത്താനായി നേരിട്ടെത്തും. ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതാണ്. ചീയപ്പാറയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജയേഷ് രാഘവനുണ്ട്. ചീയപ്പാറയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി. ജയേഷ്, എങ്ങനെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത് ചീയപ്പാറയിൽ? രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇപ്പോൾ പ്രധാനമായും നടത്തുന്നത് ഈ റോഡിലെ മണ്ണ് മാറ്റാനുള്ള ശ്രമമാണ്. അത് ഏകദേശം 90% പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്ന് മൃതദേഹങ്ങളൊന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. അത് രക്ഷാപ്രവർത്തകരെയും നാട്ടുകാരെ സംബന്ധിച്ചോളം ഏറെ ആശ്വാസകരമായിട്ടുണ്ട്. എന്നാൽ ഏറെ പ്രയാസപ്പെടുന്ന ഒരു കാര്യം, ഇവിടുന്ന് 150ഓളം അടി താഴ്ചയിലേക്ക് 6ഓളം വാഹനങ്ങൾ പതിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഈ വാഹനങ്ങളിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കണമെന്നോ എന്നുള്ളൊരു കാര്യമാണ് ഈ ദുരന്തത്തിന്റെ ആഘാതം എത്രത്തോളമെന്ന് നമുക്ക് പറയാൻ സാധിക്കുക. നേരത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജലവിഭവ മന്ത്രി PJ ജോസഫും ഇവിടെ സന്ദർശിച്ചിരുന്നു. ദുരന്ത നിവാരണ സേനയുടെ സഹായം തേടിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. 400ഓളം പോലീസിന്റെ നേതൃത്വത്തിലും 500ഓളം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലും ഇവിടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജയേഷ്, വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് താങ്കൾ പറയുന്നു. അത് വ്യക്തമായ സൂചനയുണ്ട്. പക്ഷേ എത്ര ആളുകൾ അതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നു എന്ന കാര്യത്തിലാണ് സംശയം നിലനിൽക്കുന്നത്. 150 അടിയിലധികം താഴ്ചയിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുമ്പോൾ അതിനകപ്പെട്ടിട്ടുള്ള ആളുകളെ രക്ഷിക്കാൻ എന്താണ് ചെയ്യാൻ കഴിയുന്നത്? എന്താണ് അതിനുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വത്തിലുള്ളവർ എന്താണ് ചെയ്യുന്നത്? ഇവരുടെ ഈ വാഹനങ്ങൾ താഴെ നിന്ന് പുറത്തെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വ്യോമസേനയും അതുപോലെ തന്നെ നാവികസേനയുടെയും സഹായം ലഭ്യമാക്കാനാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നാണ് ആഭ്യന്തരമന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 150 അടിയോളം താഴ്ചയുള്ള പ്രദേശമാണ്. ഇവിടേക്ക് ഇറങ്ങാനുള്ള ശ്രമം നേരത്തെ ഈ പ്രദേശത്തെ സന്നദ്ധ സേവന പ്രവർത്തകർ നടത്തിയിരുന്നെങ്കിലും മണ്ണ് ഇടിഞ്ഞു പോകുന്നത് കാരണം അത് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് താഴെയുള്ള വാഹനങ്ങളും അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ ആരെങ്കിലും കുടുങ്ങിയിരിക്കുന്നുണ്ടോ എന്ന കാര്യം ഇപ്പോഴും അവ്യക്തമായി തുടരുന്നത്. ചീയപ്പാറയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജയേഷ് രാഘവനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്.